നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര, പ്രാക്ടിക്കൽ മാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചില നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന മെത്തേഡുകളാണ് പറയുന്നത്. അതായത് നമുക്ക് എവിടെ കിക്ക് ചെയ്യണം, കിക്ക് ചെയ്യരുതെന്ന് ഉള്ളതാണ്. സാധാരണ കിക്ക് ചെയ്യേണ്ട എവിടെയൊക്കെയാണെന്ന് മാഷായിട്ട് എല്ലാവരും പറയും. കിക്ക് ചെയ്യരുതാത്ത ഏരിയ, അപകടം നമുക്കുണ്ടാവുന്ന പല ഏരിയകളുണ്ട്. നിങ്ങൾ പല മാച്ചുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കിക്ക് ചെയ്ത ആളുടെ കാല് തിരിച്ച് വന്ന് ഒടിഞ്ഞു വീഴുന്നതൊക്കെ. അപ്പോൾ അത് എവിടെ ചെയ്യരുതെന്ന് അറിയാത്തത് കൊണ്ടാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ എവിടെ ചെയ്യരുതെന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരടിയോ ഒരു പഞ്ചോ കിക്കോ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുന്ന പല മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബ്ലോക്ക് ചെയ്യുന്ന മെത്തേഡുകൾ, ഈ മെത്തേഡുകൾ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ മെത്തേഡുകളെല്ലാം തന്നെ നമ്മളിന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചത്, ഇപ്പോൾ ഒരു അടി അടിച്ചാൽ നമ്മൾ തട്ടണമെന്നാണ് പഠിച്ചിരിക്കുന്നത്. ഒരു കിക്ക് ചെയ്താൽ നമ്മൾ ബ്ലോക്കണമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ പലതും സ്ട്രീറ്റിൽ അപകടമുണ്ടാക്കുന്നവയാണ്. ചില ബ്ലോക്കുകളുണ്ട്, അതെല്ലാം അപകടം ഉണ്ടാക്കുന്നവയാണ്. അതെല്ലാം വിശദമാക്കി പറഞ്ഞു തരികയാണെങ്കിൽ നമ്മളെപ്പോഴും സേഫായിട്ട് ഒരു സേഫ് സോണിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ചില ആശാന്മാർ അടിച്ചിട്ട് നമ്മൾ തിരിഞ്ഞടിക്കുന്നത് കാണിക്കും. ഒരു കാരണവശാലും എതിരാളുടെ മുന്നിൽ പുറം തിരിഞ്ഞടിക്കരുത്. അടിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതെല്ലാം വിശദമാക്കുകയാണ് ഇന്നത്തോടെ. അതുപോലെ നിങ്ങൾക്ക് തിരിയാതെ അടിക്കാൻ പറ്റും പുറത്തൂടെ. അതെങ്ങനെയാണെന്നും ഇതിനകത്ത് സ്പെഷ്യലായിട്ട് കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക്. കരാത്തയുടെ ബുബിഷി പോലുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യരുതെന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ, സാധാരണ നിൽക്കുന്ന ഒരാൾക്കിട്ട് നമുക്കിപ്പോൾ ഇവിടെ കിക്ക് ചെയ്യാം. കിക്ക് ചെയ്യുമ്പോൾ ആൾ കണ്ട ഇങ്ങനെ വരും, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് കാല് നമ്മൾ മുന്നോട്ട് വെച്ച് സ്റ്റാൻസിൽ നിൽക്കുക. സ്റ്റാൻസിൽ നിൽക്കുമ്പോൾ ഈ മുട്ടുകൾ കണ്ടോ, മുട്ട് മടക്കിയാണ് നിൽക്കുന്നത്. മുട്ട് മടക്കി നിൽക്കുമ്പോൾ ഈ ബോണ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, സ്ട്രോങ് ആയിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കിക്ക് ചെയ്താൽ നമ്മുടെ കാല് പോവും. രണ്ടാമത് നമ്മുടെ ഈ കാലിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഒരു മർമ്മ പോയിന്റ് ഉണ്ട്. ഈ ഭാഗത്തൊരു മർമ്മ പോയിന്റ് ഉണ്ട്. ഇവിടം നമ്മളിവിടെ കൊണ്ടാൽ 2 ദിവസം എന്തായാലും എഴുന്നേക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ബോഡി വളർന്നു നിൽക്കുന്ന സമയത്ത് ഇവിടെ കിക്ക് ചെയ്യരുത്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ഒരു കിക്ക് ചെയ്യുക. കിക്ക് ചെയ്യുമ്പോൾ ഈ കൈ പൊങ്ങാതെ ഇങ്ങനെയുള്ള കിക്കുകൾ ചെയ്യരുത്. കാരണം വെച്ചാൽ കൈ തൂങ്ങി കിടക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു കിക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നാച്ചുറലി ഇയാൾ പേടിച്ചിട്ട് കൈ ഒന്ന് ഉയർത്തിയാൽ നമ്മൾ ഈ ചെയ്യുന്ന കിക്ക് എവിടെ ചെന്ന് കൊള്ളും? ഈ മുട്ടിൻ്റെ ഈ ഭാഗത്ത് കൊള്ളാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഭയങ്കരമായ അപകടം ഉണ്ടാവും. പേടിച്ച് വെറുതെ കൈ ഇങ്ങനെ പൊക്കിയാലും മതി. അതുകൊണ്ട് ഇവിടെ കാല് ചെല്ലുന്നുണ്ടെങ്കിൽ കൈ പൊങ്ങിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, കിക്ക് ഇവിടെ വരാവുള്ളൂ. അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. ഇനി വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്, കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ആക്ഷൻ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അറിയാതെ കൈ മടങ്ങിയാലും എന്ത് പറ്റും, ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മുട്ടിൻ്റെ തീരുമാനങ്ങൾ നോക്കി മാത്രമേ കിക്ക് ചെയ്യാവൂ. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ഒരാൾ അടിച്ചാൽ നമ്മൾ ബ്ലോക്ക് ചെയ്യണം, നമ്മൾ ഇടിച്ചാൽ പഞ്ച് ചെയ്താൽ ബ്ലോക്ക് ചെയ്യണം എന്നാണ്. ഇത് സ്ട്രീറ്റിൽ അപ്രായോഗികമാണ്. കാരണം ഒരടി അടിച്ചെങ്കിൽ തട്ടണമെങ്കിൽ നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ അയാൾക്കും അടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ക്ലിയറായി മനസ്സിലായോ? അപ്പോൾ ഈ സാധ്യതകൾ ഇല്ലാതാക്കാനൊരു മാർഗം, ഒരാൾ അടിക്കുമ്പോൾ നമ്മൾ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. വ്യക്തമായി മനസ്സിലായോ? നമ്മൾ തിരിച്ച് അടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കിട്ടും, അടിക്കാനുള്ള പൊസിഷൻ കിട്ടും. 2-3 ഗുണങ്ങളാണ് ഉള്ളത്. ആൾ വരില്ല എന്നുള്ളതാണ്. 2, നമ്മളെപ്പോഴും സേഫായിരിക്കും. ഓക്കെ, ഇത് അറ്റ് എ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പേടിയുണ്ട്, വശമില്ല, അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ ചെയ്യും. വ്യക്തമായി മനസ്സിലായോ? അങ്ങനെ അടിക്കുമ്പോൾ ഗുണം വെച്ചാൽ ഇത് ടച്ച് ചെയ്യുന്ന അതേ ടൈമിൽ ഇവിടെ അടി വീഴണം. എന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അടിച്ച് പഠിക്കരുത്. ബ്ലോക്ക് ചെയ്യുന്ന കൂടെ അറ്റ് എ ടൈം അറ്റാക്ക് ചെയ്ത് ശീലിക്കണം. അത് വശമായി കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യുന്നുണ്ടോ? ക്ലിയർ? ഇങ്ങനെ നടക്കില്ല, അത് വളരെ ശ്രദ്ധിച്ചോണം. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തു, പാല് തിരിഞ്ഞു വരുന്ന നോക്കി കണ്ട, ഇവിടെ നമുക്ക് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് എതിരാളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് വട്ടം തിരിയരുത്. ക്ലിയറായി പിടികിട്ടുക. ഇപ്പം നമ്മളിവിടെ തട്ടി ആൾ തിരിഞ്ഞ് വെട്ട് കണ്ടോ, നമ്മൾ ചുമ്മാ കയറിയാൽ മതി. കണ്ടോ, അടി കൊള്ളില്ല. ക്ലിയർ? ഒന്നുകൂടെ അടിച്ച് നമ്മളിവിടെ തട്ടി അങ്ങനെ തിരിച്ചു വിട്ടു. തിരിഞ്ഞു വരുമ്പോൾ നമ്മൾ ചുമ്മാ നിന്നാൽ അടി കണ്ടോ, പൊട്ടിക്കാം, എന്ത് വേണേലും ചെയ്യാം. ക്ലിയർ? ഇവിടെ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്.
ഈ കയ്യ് നിങ്ങൾ നോക്കുക, ബോഡി തിരിയാതെ ഇവിടെ മനസ്സിലായോ? ബോഡി തിരിയാതെ ഇവിടെ വന്ന് പഠിക്കുക. പഠിച്ചാൽ ഗുണം എന്നാന്ന് വെച്ചാൽ ഇവിടെ അടി വീഴുമ്പോൾ നമ്മൾ തിരിച്ച് നോക്കണ്ട. അപ്പം 4-5 അടികൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇത് വളരെ പ്രാക്ടിക്കലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അടി വരുന്നു, നമ്മൾ ചെയ്യുമ്പോൾ കണ്ടോ ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രീറ്റിൽ ചെയ്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ട് പഴയ കാലത്തുള്ള അഭ്യാസങ്ങൾ മോശമെന്നല്ല, പക്ഷെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നിക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ശാരീരികക്ഷമതയ്ക്ക് അപ്പുറത്തേക്ക് ചെയ്യുന്ന അഭ്യാസങ്ങളാണ്. ഇതാണ് ഇന്നത്തെ കാലത്തിനും വരാൻ പോകുന്ന കാലങ്ങൾക്കും അത്യാവശ്യം. ഇത് ആവശ്യമില്ലേ? അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.